ചർച്ച വളരെ നല്ല രീതിയിൽ പോയെന്നാണ് വാഷിംഗ്ടണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്ക ഇറാൻ തമ്മിൽ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു കരാറിന്റെയും പ്രധാന വ്യവസ്ഥ ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യയിലെ വിവിധ സായുധ സംഘങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അവർക്കുള്ള പിന്തുണ ഇറാൻ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതായിരിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ഹിസ്ബുള്ളയിൽ നിന്ന് ലെബനനെ സംരക്ഷിക്കുവാൻ അമേരിക്ക ലെബനനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രയേൽ ലെബനോൻ വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടി എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. ഈ വാഷിംഗ്ടണിലെ ഓവൽ ഓഫീസിൽ, വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ ലെബനോൻ പ്രസിഡന്റ് ജോസഫ് ഔനെയും ചർച്ചാമേശയിൽ എത്തിക്കാനാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും ഡൊണാൾഡ് ട്രംപ് വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇന്നത്തെക്കാൾ കൂടുതൽ പരസ്പരം അടുത്ത് ഇതുപോലെ വന്നിട്ടില്ല എന്നാണ് അമേരിക്കയിലെ ഇസ്രയേൽ സ്ഥാനപതി എച്ചിയൽ ലേറ്റർ ഈ ചർച്ചകളോട് പ്രതികരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ സാധ്യമായ ഈ ദിവസത്തിന് ഡൊണാൾഡ് ട്രംപിനും അതുപോലെ US വൈസ് പ്രസിഡന്റ് JD വാൻസിനും അദ്ദേഹം നന്ദിയും പറഞ്ഞു. പ്രജിൻ, അതേസമയം ഈ ഇറാനുമായി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ധാരണയിലെത്താനാണ് തന്റെ നീക്കമെന്ന് ട്രംപ് പറഞ്ഞു. സുസ്ഥിരമായ കരാറാണ് ലക്ഷ്യമിടുന്നത്. ധൃതി പിടിച്ച് ഒരു കരാറിലും ഒപ്പിടില്ല. ഇറാൻ യുദ്ധത്തിൽ ആണവായുധം ഉപയോഗിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. ഉപയോഗിക്കില്ലെന്ന് ട്രംപ് ഇന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഒക്കെ താല്പര്യം സംരക്ഷിക്കുന്ന കരാറാകും ഇറാനുമായിട്ട് ഒപ്പിടുക എന്നും ട്രംപ് പറഞ്ഞു. അതുപോലെ ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിന്റെ വേഗം 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും. അതുപോലെ കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ബോട്ടുകൾ വെടിവെക്കുവാനുള്ള നിർദ്ദേശം നൽകിയതായിട്ടും ട്രംപ് പറഞ്ഞു.